കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ചരിത്രത്തിൽ ചരിത്രം സൃഷ്ടിച്ച വ്യക്തി ആണ് കെ മുരളീധരൻ. ഇപ്പോൾ മന്ത്രിയായി കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിലൂടെ ജനവിധി തേടിയപ്പോൾ തോറ്റ വ്യക്തി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കെ മുരളീധരനാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത് നമ്മൾ പറയുന്നില്ലല്ലോ. ഇങ്ങ് നേമം മുതൽ അങ്ങ് വയനാട് വരെ, തിരുവനന്തപുരം ജില്ല കടന്ന് പല ജില്ലകളിലൂടെ കടന്ന് തൃശ്ശൂർ, കോഴിക്കോട്, അങ്ങനെ വയനാട്, എല്ലാ ജില്ലകളിലും പോയി മത്സരിച്ച് പലതവണ തോറ്റ വ്യക്തി ആരാണെന്നുള്ള ചോദ്യത്തിനും ഉത്തരം കെ മുരളീധരൻ എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് പറയുന്നില്ലല്ലോ. ഇനി നേമത്തും തോറ്റ് തൃശ്ശൂരും തോറ്റ് ഡബിൾ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതിനീചമായി, അടിസ്ഥാനരഹിതമായി ആരോഗ്യവകുപ്പിനെയും ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ അന്ന് എന്നെയും വ്യക്തിഹത്യ ചെയ്യുകയും അധിക്ഷേപം ചെയ്യുകയൊക്കെ ചെയ്തത് കെ മുരളീധരൻ അതിന് മുന്നിൽ നിന്ന ആളുകളിൽ ഒരാളാണ്. അന്ന് വളരെ മോശമായ പല പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ മഹാറാണി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ 2-3 പേർ എന്നോട് പറഞ്ഞു, ഈ മഹാറാണി എന്ന് കെ മുരളീധരൻ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്, അദ്ദേഹത്തിന് ആ പേര് മറക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ പറഞ്ഞില്ലല്ലോ, അന്നും പറഞ്ഞില്ല, ഇന്നും പറയുന്നില്ല. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, 100 തവണയല്ല 1000 തവണ പറയേണ്ടി വന്നാൽ അതിലുമപ്പുറം പറയേണ്ട വിഷയങ്ങൾ പറയുക തന്നെ ചെയ്യും. കാര്യങ്ങൾ വസ്തുതാപരമായി പറയുമ്പോൾ അത് പരിഹാസരൂപേണ മറുപടി അതിന് നൽകുമ്പോൾ അത് ഉത്തരം മുട്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതാണിവിടെ കണ്ടിട്ടുള്ളത്. സംസ്ഥാനത്തെ ഷിഗല്ല കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകും. ഷിഗല്ല മൂലം മരണമുണ്ടാകുന്നു. കോവിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, എലിപ്പനി, എല്ലാവിധമായിട്ടുള്ള പകർച്ചവ്യാധികളും കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ വകുപ്പിനെ ഏകോപനത്തോടെ നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഓരോ ദിവസവും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഓരോരോ വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വകുപ്പിനെ ഏകോപനത്തോടെ നയിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 30 ദിവസത്തിനുള്ളിൽ ഇന്നലെ 87 പേർ, ഇന്നിപ്പോൾ 90 പേർക്കടുത്ത് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ വളരെ ഗൗരവത്തോടെ അതിനെ സമീപിക്കുകയും ശാസ്ത്രീയമായ നിലയിൽ രീതികളിലൂടെ നിശ്ചയിക്കപ്പെട്ട ഇതിനെല്ലാം പ്രോട്ടോക്കോളും കലണ്ടറും ഒക്കെ തന്നെ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അതൊന്നല്ല, വേണ്ടി വന്നാൽ 100 തവണ 1000 തവണ അതിനപ്പുറം പറയുകയും ചെയ്യും. തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ മുരളീധരൻ്റെ പറഞ്ഞ വ്യക്തിയുടെ സ്വയം ബോധ്യമില്ലായ്മ അതിൽ പ്രകടമാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആ നിലയിലാണ് അദ്ദേഹം ഉള്ളത്. കെ മുരളീധരൻ അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പോസ്റ്റിൽ പറഞ്ഞതുപോലെ പഴയ കെ മുരളീധരനിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. സോണിയാഗാന്ധിയെ മദാമയെന്നും അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്നും വിളിച്ച കെ മുരളീധരനിൽ നിന്ന് പുതിയ കെ മുരളീധരനിലേക്ക്